ഭിന്നശേഷിക്കാരിയായ യുവതിയുടെ ബാങ്ക് അക്കൗണ്ട് അകാരണമായി മരവിപ്പിച്ചതായി പരാതി. കൊപ്പം പ്രഭാപുരം സ്വദേശി നൌഷിജയുടെ പൊതുബാങ്കിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. പോലീസ് നിർദ്ദേശപ്രകാരമാണ് നടപടിയെടുത്തതെന്നാണ് ബാങ്ക് അധികൃതർ വിശദീകരണം നൽകിയതെന്ന് നൌഷിജ പറയുന്നു. കടലാസ് പേനയും കുടകളും നിർമ്മിച്ചു കിട്ടുന്ന വരുമാനമാണ് നൌഷിജയുടെ ഉപജീവന മാർഗം. ശാരീരിക വൈകല്യം മൂലം പുറത്ത് ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ വീട്ടിൽ വീൽചെയറിലിരുന്നാണ് ഈ കൈത്തൊഴിൽ ചെയ്യുന്നത്. ഇതുവഴി ലഭിച്ച പണമടങ്ങിയ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രഭാപുരത്തെ മുണ്ടക്കാട്ടുതൊടി നൌഷിജ. ഡിസംബർ 18-ന് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. ബാങ്കിൽ സംസാരിച്ചപ്പോൾ പോലീസുമായി ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം. എന്താണ് പരാതി, ആരാണ് പരാതി തന്നത്, ഏത് ഇതെന്നാണ് നമുക്ക് പൈസ വന്ന് ഇതറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞു അതൊന്നുമില്ല, നമുക്കിവിടെ ബ്ലോക്ക് ചെയ്യാൻ 5 നമ്പർ തന്നിട്ടുണ്ട്, ആ 5 നമ്പറും നിങ്ങൾ അക്കൗണ്ട് ഫീസ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അങ്ങനെ ഒരു പരാതിയാണ് നമുക്ക് വന്നിട്ട്, നമുക്കതാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു വഴിയില്ല, ഞങ്ങളെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു മാനേജർ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പരാതിയുടെ റിപ്പോർട്ട് ഞങ്ങൾ തരാം, അതിൻ്റെ നിങ്ങളിവിടെ അപേക്ഷ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ റിപ്പോർട്ട് എത്തുന്നത്. അല്ലാതെ അവർ കൈ ഒഴിയാണ് ചെയ്തത്, അവരെ കൊണ്ട് യാതൊരു രക്ഷയില്ലായിരുന്നു. ആ റിപ്പോർട്ട് വാങ്ങി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട്. അപ്പോൾ അവർ വേറെ എന്തോ ഒരു മെയിൽ അയക്കാനുണ്ടെന്ന് പറഞ്ഞു, പരാതി എന്തോ അയക്കാനുണ്ടെന്ന് പറഞ്ഞു, അയച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് എനിക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി കിട്ടണം. അഹമ്മദാബാദിലെ സൈബർ സെല്ലിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നായിരുന്നു കൊപ്പം പോലീസിന്റെ വിശദീകരണം. അക്കൗണ്ടിൽ വന്ന 3000 രൂപയാണ് മരവിപ്പിക്കാൻ കാരണമെന്നാണ് അഹമ്മദാബാദ് സൈബർ സെൽ അധികൃതർ പറയുന്നത്. നടപടിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് അഹമ്മദാബാദിലെ ഓഫീസിലെത്താനാണ് അധികൃതരുടെ നിർദ്ദേശം. വീൽചെയറിൽ കഴിയുന്ന നൌഷിജയ്ക്ക് 1 വയസ്സായ കുഞ്ഞുണ്ട്. ഭർത്താവ് പ്രദേശത്തെ തട്ടുകടയിലെ തൊഴിലാളിയാണ്. നൌഷിജയ്ക്ക് കൈത്തൊഴിലിലൂടെ ലഭിച്ച 13000 രൂപയാണ് അക്കൗണ്ട് മരവിപ്പിച്ചതിലൂടെ നഷ്ടമായത്. നഷ്ടമായ പണം തിരികെ ലഭിക്കാൻ ഇനി എവിടെ ബന്ധപ്പെടണമെന്നറിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് അവർ. NCV ന്യൂസ് തൃത്താല. Calicut Notebook, Fusion Experience with a slice of Malabar. Forum Center Mall, Edappal, Malappuram. We are also at Abu Dhabi, Dubai, Sharjah, Ajman, Qatar and Kochi.